നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. എപ്പിസോഡ് റിവ്യൂ കുറിച്ച് ഞാൻ എന്ത് പറയണമെന്ന് ഞാൻ മെയിൻ എപ്പിസോഡ് മാത്രമേ കണ്ടുള്ളൂ. പ്ലസ് ഞാൻ കണ്ടില്ല. സത്യം പറഞ്ഞാൽ എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. അവസാനം ഈ പറയുന്ന നോറ ലിഫ്റ്റ് കിട്ടുന്ന സാധനം, കാരണം നോറയ്ക്ക് എങ്ങനെയെങ്കിലും സ്പേസ് കൊടുക്കണം. അവിടെ എവിടെ കൂടിയെങ്കിലും നമ്മുടെ ബിഗ് ബോസ് മാമ എന്ത് ചെയ്യണം, എങ്ങനെയെങ്കിലും നോറയ്ക്ക് സ്പേസ് കൊടുക്കണം എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ഇപ്പോൾ ഓരോ എപ്പിസോഡുകളിൽ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അവസാനിപ്പിച്ചത് നോറ ഞാൻ വിചാരെന്തോ കാണിക്കുകയാണ്. നോറ അവിടെ പോകുന്നു, ഈ പറയുന്ന എന്താണ് നെയിൽ പോളിഷ് എടുക്കുന്നു, അതെടുത്ത് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ അടിക്കുന്നു. അതുവരെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് വൈൻഡപ്പ് ആയത് എന്നുള്ളത് ഓർക്കണം. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ പറഞ്ഞ അൻസിബയുടെയും ഋഷിയുടെയും പാരന്റ് ബിഗ് ബോസ് വീട്ടിനകത്ത് കയറി എന്നുള്ളൊരു ന്യൂസ് വരുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് വരെ പ്രമോ ഒന്നും വന്നിട്ടില്ല. ഇനി ആയിരിക്കാം വരുമ്പോൾ നമുക്കൊരു അപ്ഡേഷൻ തരാം. ഓക്കെ, അപ്പോ ഇന്ന് പിന്നീട് തുടക്കം കാണിക്കുന്നത് ജാസ്മിനും നോറയും കുളിച്ചിട്ട് സമയത്തിന് ഇറങ്ങുന്നില്ല എന്നുള്ള പരാതിയാണ്. സിജോ പറഞ്ഞ പരാതിയാണ്. കാരണം എപ്പിസോഡിലൊന്നും ഇല്ല, അതായത് ലൈവ് വരെ പോലും കാണാനില്ലാത്ത, ഒരു കണ്ടന്റ് പോലും ഇല്ലാത്ത ഒരു സംഭവമായിട്ട്, അതായത് സീസൺ 5 ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. അത് സത്യം പറഞ്ഞാൽ ഒരു 80ാമത്തെ ദിവസം, 70-80ാമത്തെ ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ടാസ്കും കൊടുക്കത്തില്ല. അവര് വെറുതെ അവിടെ കളിക്കുന്ന കുറച്ച് സ്പോൺസേഡ് ടാസ്കും കുറച്ച് ഒരു കളൺ ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, അത് എപ്പിസോഡ് ഞാൻ കണ്ടില്ല സത്യം പറയാം. ഞാൻ പ്രമോ കണ്ടതും ഈ പറഞ്ഞ ഇനിയിപ്പം പ്ലസിലായിരിക്കും അത് വരുന്നത്. അത് കണ്ടതിന് ശേഷം നമുക്ക് നോക്കാം അതിലെന്തൊക്കെ ജാസ്മിനുമായിട്ട് ആഡ് ചെയ്യണം എന്നൊക്കെ പറയണു. എനിക്ക് വലിയ എന്തോ ആയിക്കോട്ടെ. അപ്പോ പിന്നെ ക്യാപ്റ്റൻ ക്യാപ്റ്റനായി. നന്ദന കുറെ റൂളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഫൈൻ. പിന്നെ വരുന്നത് എടുത്തു പറയാന്നുള്ള ഒരു ചെറിയൊരു കണ്ടന്റ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് മറ്റൊന്നുമല്ല, നോമിനേഷൻ പ്രത്യേക രീതിയിലുള്ള നോമിനേഷനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിക്കാണ് എങ്ങനെയാണെന്ന്. രണ്ടുപേര് ചേർന്ന് എല്ലാ സീസണിലും കാണുന്ന ഒരു സാധനം തന്നെ. രണ്ടുപേര് ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് ഒരാൾ നോമിനേറ്റ് ആവുക, ഒരു നിശ്ചിത സമയം കാണും. ആ സമയത്ത് നിങ്ങൾ ആരെയും നോമിനേറ്റ് ചെയ്തില്ലെങ്കിൽ രണ്ടുപേരും നോമിനേറ്റഡ് ആവും എന്നുള്ളതാണ്. ഇവിടെ ജാസ്മിനും അഭിഷേകവും ആയിരുന്നു ഫസ്റ്റ് എന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുത്തു. രണ്ടുപേരും നല്ല രീതിയിൽ സംസാരിച്ചു. അവസാനം രണ്ടുപേരും എന്ത് ചെയ്തിട്ടുണ്ട്, നോമിനേറ്റഡ് ആയിട്ടുണ്ട്. അടുത്ത അൻസിബയും നോറയും വന്നു. അവിടെ നോറ എന്തൊക്കെ പറയുന്നുണ്ട്, അൻസിബ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ശരി, എനിക്ക് ഒരു ഒബ്ജക്ഷനും ഇല്ല, എന്റെ സ്വന്തം സഹോദരിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ത്യാഗം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അൻസിബ സ്വയം നോമിനേറ്റ് ആയി. അതായത് ഒരു നന്മമരം കളിച്ച് അൻസിബ അവിടെ എന്ത് ചെയ്തു, സഹോദരിക്ക് വേണ്ടിയിട്ട് സ്വയം നോമിനേറ്റഡ് ആയി അൻസിബം. അതാണ് ഏറ്റവും കൂടുതൽ വീക്കായിട്ട് കളിച്ചത് അൻസിബയാണ്. ആർക്കും വിട്ടുകൊടുക്കാൻ, ആരെയും സഹോദര സ്നേഹം കാണിക്കാനോ, അല്ലെങ്കിൽ ബിഗ് ബോസ് എടുത്ത് പറയുന്നുണ്ട്, വിട്ടുകൊടുക്കുകയല്ല പൊരുതി നേടുകയാണ് മത്സരം എന്ന് പറഞ്ഞിട്ടുണ്ട് പോലും കമാന്നൊരക്ഷരം മിണ്ടാതെ. ശരി, ഓക്കെ, നീ നോമിനേറ്റഡ് ആയിക്കോ, പക്ഷെ അതിനു മുമ്പ് നിനക്ക് എന്തെങ്കിലും വാ തുറന്ന് മുഴിഞ്ഞു പറഞ്ഞുകൂടി. ഇതാണ് അൻസിബയുടെ പ്രശ്നം. ഇതാണ്, കൂടെ നിൽക്കുന്നവർ എന്ത് തെണ്ടിത്തരം ചെയ്താലും അവരെ കൂടെ നിൽക്കും, അവരെ പറഞ്ഞു തിരുത്തത്തുമില്ല. ഈ ഋഷിയൊക്കെ കൊണ്ടുവന്ന് തുലയ്ക്കുന്നത് ഇവളാണ്, മനസ്സിലായോ? അത് നിങ്ങളുടെ ഒരു ഫ്രണ്ട് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പറയണം. അവരെ പറയുന്ന കുറ്റങ്ങളും കൂടി പറയാനുള്ള ഒരു ആർജവം വേണം, മനസ്സിലായോ? അവരെ തെറ്റിലേക്ക് പറഞ്ഞു വിടരുത്. അപ്പം ഈ പറയുന്ന നോറയുടെയും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. നോറ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ? അപ്പൊ അത് അൻസിബയുടെ ഭാഗത്ത് നിന്ന് വലിയൊരു മിസ്റ്റേക്കാണ്. അൻസിബ കുറച്ച് ഓട്ടൊക്കെ കിട്ടി വന്നു. പക്ഷെ ഇങ്ങനെയുള്ള പരിപാടികൾ കാണിച്ചു കഴിഞ്ഞാൽ ടോപ്പ് 5 പറഞ്ഞ കാര്യം വലിയ കഷ്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത ഋഷി അപ്സര, ഏറ്റവും കൂടുതൽ ഒരു മുട്ടൻ അടി ഇടുന്നത് ഋഷിയും അപ്സരയും തമ്മിലുള്ളതായിരുന്നു. ഋഷിയുടെ സൗണ്ട് അറിയല്ലോ, വേറെ ആർക്കും സംസാരിക്കാൻ കേൾക്കാൻ പറ്റത്തില്ല. അമ്മാതിരി ഒരു ഹൈ പിച്ചുള്ള ശബ്ദമാണ് ഋഷിക്കുള്ളത്. ഋഷി അവിടെ ഇപ്പോഴും അൻസിബയെ പൊക്കി പറഞ്ഞു. അൻസിബയായിരുന്നെങ്കിൽ നെഞ്ചിലൊക്കെ അടിച്ച് പറഞ്ഞു, അൻസിബയായിരുന്നെങ്കിൽ ഞാൻ വിട്ടുകൊടുത്തേനെ, മറ്റതാണ് മറിച്ചാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പറയുന്നുണ്ട്. രണ്ടുപേരും കട്ടക്കലിപ്പിൽ നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾക്ക് പോലും പറയാനുള്ള അവസരം കൊടുക്കാതെ ത്രൂ ഔട്ട് രണ്ടുപേരും പറഞ്ഞ കലപല അലക്കുന്നു കണ്ടു. അവസാനം സംഭവിക്കാനുള്ളത് സംഭവിച്ചു. എന്ത് ചെയ്തു, രണ്ടുപേരും നോമിനേറ്റഡ് ആയി. അടുത്ത സിജോ ശ്രീതു, ഇവര് രണ്ടുപേരും എന്ത് ചെയ്തു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരും അവസാനം എന്ത് ചെയ്തു, നോമിനേറ്റഡ് ആയി. പിന്നെ റസ്മിൻ ഓൾറെഡി എന്താണ് 2 വീക്ക് യെല്ലോ കാർഡ് കിട്ടിക്കൊണ്ട് നോമിനേറ്റഡ് ആണ്. ഇനി അടുത്ത വേറൊരു ടെസ്റ്റ് വന്നത്, ഈ പറഞ്ഞ ക്യാപ്റ്റനായ നന്ദനയും ഈ ഡയമണ്ട് കിട്ടിയ സായിയും, അവർക്ക് ഒരാളെ രക്ഷപ്പെടുത്താം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിൽ സായിയും നന്ദനയും കൂടെ അവർക്ക് ഒരു തീരുമാനം തന്നെയായിരുന്നു, സിജോയെ രക്ഷപ്പെടുത്താം എന്നുള്ളത്. ഒന്നാമത് അവരുടെ ഫ്രണ്ടാണ്, രണ്ടാമത് അവൻ നോമിനേറ്റഡ് ആയാലും എന്ത് ചെയ്യില്ല, അവൻ രക്ഷപ്പെട്ട് വരും. അപ്പൊ അങ്ങനെ ഒരാളെ നമുക്ക് എന്ത് ചെയ്യാം, അതൊരു ബുദ്ധിപരമായിട്ടുള്ള തീരുമാനമായിരുന്നില്ലല്ലോ. ഈ പറയുന്ന ഏതെങ്കിലും ഒരു വീക്ക് കണ്ടസ്റ്റൻസിനെ രക്ഷപ്പെടുത്തുന്നതിന് പകരം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന അവർക്ക് തോന്നുകയാണ് സിജോ എന്തായാലും വോട്ട് കിട്ടി,
ഈ വട്ടം എന്തായാലും രക്ഷപ്പെട്ട് വരും. നമുക്കറിയാം രക്ഷപ്പെട്ട് സിജു എന്തായാലും വരും. അപ്പൊ അവനെ പിന്നെ രക്ഷപ്പെടുന്നതായിരിക്കും ബുദ്ധിപരമായിട്ടുള്ള കളി. ഇപ്പൊ ഈ പറയുന്നത് എന്താണ്, നമ്മുടെ വീക്കായിട്ട് നിൽക്കുന്നവര് എന്ത് ചെയ്തിട്ട് നോമിനേറ്റ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. അപ്പൊ ഇവിടെ 8 പേരാണ് എനിക്ക് തോന്നുന്നു 8 പേരാണ് നോമിനേറ്റഡ് ആയത്. ഇതിൽ ആര് പുറത്താവുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ജാസ്മിൻ, അഭിഷേക് മിക്കവാറും സേഫ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നോറയുടെ കാര്യം പരിങ്ങലിലാണ്. നോറ എത്രയൊക്കെ നിങ്ങൾ സ്ക്രീൻ സ്പേസ് കൊടുത്താലും പക്ഷേ യൂട്യൂബ് പോളുകളിൽ നോറയുടെ വോട്ട് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നോറയുടെ കാര്യം വളരെ പരിങ്ങലിലാണ്. ഇനി അങ്ങോട്ട് നോക്കിക്കോ, ഈ പറയുന്ന അതായത് അടുത്ത വീക്കെൻഡ് വരെ നോറയ്ക്ക് സ്പേസ് ഒരു ലോഡ് സ്പേസ് കൊടുക്കും. കാരണം എങ്ങനെയെങ്കിലും നോറയ്ക്ക് വോട്ട് കയറട്ടെ എന്ന് ഇവർ ആഗ്രഹിക്കുന്നത്. നോറ ടോപ്പ് 5 വരണമെന്ന് ബിഗ് ബോസിന് അതിയായ ആഗ്രഹമുണ്ട് എന്നുള്ളതാണ്. ഋഷി, അപ്സര ഇവര് രണ്ടുപേരും സേഫ് ആവും എന്ന് ഞാൻ കരുതുന്നു. രണ്ടുപേർക്കും ഒരു പരിധി വരെ വോട്ടുണ്ട് അല്ലെ. പിന്നെ പറയുന്നത് ശ്രീതുവിന്റെ കേസ് പറയാൻ പറ്റത്തില്ല, ഒന്നും പറയാൻ പറ്റില്ല. അത് ജിൻഡു അർജുനും കൂടി ഉണ്ട്, അത് ഞാൻ പറയാൻ പറ്റും കേട്ടാ. ജിൻഡു അർജുൻ ആയാലും രണ്ടുപേരും പരസ്പരം എന്ത് ചെയ്ത് ഫൈറ്റ് ചെയ്ത് രണ്ടുപേരും നോമിനേറ്റഡ് ആയി. അപ്പൊ ശ്രീതുവും അർജുനും ഈ പറയുന്ന നോമിനേഷനിൽ ഉള്ളത് കൊണ്ട് തന്നെ ശ്രീധുവിനാണോ അർജുനാണോ ഒരു പിടുത്തമില്ല. അപ്പൊ ജിൻഡു എന്തായാലും സേഫ് ആവും. പിന്നെ വരുന്ന റസ്മിൻ. അപ്പൊ അടുത്ത ആഴ്ച 2 പേര് എവിക്റ്റ് ആവാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. അതിലും ഈ പറയുന്ന ആരാണ്, ഋഷിയുടെയും നൻസിബയുടെയും വന്നു. ജാസ്മിന്റെ പിന്നീട് നമ്മുടെ ജിൻഡോയുടെ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ജിൻഡോയുടെ ഫാമിലി കയറുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ ജാസ്മിന്റെയൊക്കെ ഒരുപാട് 24 ആ തീയതിയിൽ എന്താണ് ജാസ്മിന്റെ ഫാമിലി കയറുന്നതെന്നും നമുക്കൊരു അറിവ് കിട്ടിയിട്ടുണ്ട്. അതായത് 1-2 ആഴ്ച ഏറ്റവും ലാസ്റ്റൊക്കെയാണ് ജാസ്മിന്റെ ഫാമിലി വരുന്നത് എന്നും അറിവ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എടുത്തു പറയാനുള്ളത്. സംഭവം ഇത്രയൊക്കെയാണ്. ഇനി ഫാമിലി വീക്ക് തരുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഫാമിലി ഇപ്പം ഫാമിലി വന്നിട്ട് ഒരു ദിവസം ഇപ്പം നാളെ 2 പേര് ഒരു ദിവസം 2 ഫാമിലി കയറുന്നുണ്ട്. ആ 2 ഫാമിലിയും ചിലപ്പം ഒരു ദിവസം അവിടെ ഉണ്ടാകുകയും ചിലപ്പം ഈ ഫാമിലിയെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ടാസ്ക് കൊടുക്കാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അല്ലാതെ ഇത്രയും ദിവസം മുമ്പേ എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കാം. ചിലപ്പോൾ ഒരു കോടതി ടാസ്കോ ചിലപ്പം ഈ പറയുന്ന ഒരു ടെലിഫോൺ ടാസ്കോ കൊടുത്തിട്ട് ഫാമിലിയും കൂടി ഉൾപ്പെടുത്തി പോലെ ഫാമിലി ഒരു കാഴ്ചക്കാരനായിട്ടോ അല്ലെങ്കിൽ എന്തൊരു ചെറിയ റോള് കൊടുത്തുകൊണ്ട് ടാസ്ക് നടത്താനുള്ള ചാൻസസ് ഉണ്ട്. അല്ലാതെ വെറുതെ ഈ 2 ആഴ്ച ഇങ്ങനെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലുമൊക്കെ ടാസ്ക് അറിയും. ഈ കൊടുക്കുമ്പോൾ ഒരു ഫൺ ടാസ്ക് കാണും. അതൊക്കെ ഫൺ ടാസ്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഫണ്ണായിട്ടുള്ള ടാസ്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ആരെയും ജഡ്ജ് ചെയ്യാനോ വിലയിരുത്താനോ അവരുടെ നിലപാടുകൾ നിലപാട് എങ്ങനെയെന്ന് നമുക്ക് നോക്കിക്കാണാനൊന്നും പറ്റത്തില്ല. അപ്പൊ കൊടുക്കുമ്പോൾ ഈ പറയുന്ന നമ്മളെ ക്ലാസിക് അല്ലെങ്കിൽ എല്ലാ സീസണുകളിലും വളരെ ഹിറ്റായിട്ടുള്ള ടാസ്കുകളുണ്ട്. ഈ കോടതി ടാസ്ക് ആയിക്കോട്ടെ, ഫോൺ ബൂത്ത് ടാസ്ക്, ഇത് രണ്ടും നിങ്ങൾ കൊടുക്കണമെന്നാണ് പറയുന്നത്. എങ്കിൽ ഈ കളിക്ക് കാണാനും ഇതിന്റെ TRP അല്ലെങ്കിൽ നല്ല രീതിയിൽ ബാധിക്കും. ഈ പറയുന്ന എല്ലാവർക്കും ഈ പറയുന്ന റിവ്യൂ പറയുന്ന എനിക്ക് പോലും ജനങ്ങൾ ആ കൂടി മടുത്തു പോവും. മനസ്സിലായോ? മടുത്തു പോവും. കാരണം കാണാൻ ഒന്നുമില്ലല്ലോ. ഈ അവര് വരുന്നു, അച്ഛനും അമ്മയും വരുന്നു, 1-2 മണിക്കൂർ 2-3 മണിക്കൂർ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുശുമ്പും കുന്നായ്മയൊക്കെ പറയും, അവിടുത്തെ വെളിയിലത്തെ കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കും. അതിനുശേഷം അവർ ഒരു സൈഡിൽ ഒതുങ്ങും. മനസ്സിലായി? അപ്പൊ വലിയ കണ്ടന്റ് ഒന്നും വരാനുള്ള ചാൻസ് ഇല്ല. കണ്ടന്റ് വരണമെങ്കിൽ ആര് വരണം? ജാസ്മിന്റെ ഉമ്മയും അനിയനും കൂടി വരുമ്പോൾ എന്തെങ്കിലും കണ്ടന്റ് കിട്ടുമെന്നുള്ളതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. എന്തായാലും പ്രസും കൂടി കണ്ടിട്ട് എന്തെങ്കിലും അത് ഉണ്ടെങ്കിൽ ഇടാം. എന്തായാലും നമുക്ക് പ്രമോ കണ്ടിട്ട് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.